എവ്രിവൺ, വെൽക്കം ടു CK വ്ളോഗ്സ്. ഇന്ന് നമ്മൾ സിമ്പിൾ ഗീ റൈസ് ആൻഡ് മഷ്റൂം റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി അരിഞ്ഞു വെക്കുന്നുണ്ട്. അതിന് ശേഷം പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും കല്ലിലിട്ട് നല്ല കുത്തി ചതച്ചത്. അതിന് ശേഷം അരി നമ്മൾ കഴുകി കുതിർത്ത് ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഷ്റൂം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് നോക്കാം. മഷ്റൂം, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളി എടുക്കുക കേട്ടോ. കാരണം ഇത് രണ്ടാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാൾ മാത്രമേ ഇന്നിപ്പോൾ വീട്ടിലുള്ളൂ. അപ്പോൾ അവർക്ക് മാത്രം കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഗരം മസാല, പട്ട, ഗ്രാമ്പൊക്കെ പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആദ്യം ഇടാൻ മിസ്സായിപ്പോയിട്ടോ. നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഉള്ളി വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്തേൽ കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായി അടച്ച് വെച്ച് 2 വിസിൽ വരുത്തുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ മഷ്റൂമിലേക്ക് ആവശ്യമായുള്ള മസാലയാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത്രയും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാപ്സിക്കവും തക്കാളി ഇട്ടിരുന്നു. അതിലേക്ക് നമ്മളൊന്ന് പൊടികളൊക്കെ നന്നായി വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മഷ്റൂം ഇവിടെ റെഡി അരിഞ്ഞ് വെച്ച് ക്ലീനാക്കി വെച്ച മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പും മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കുന്ന രീതിക്ക് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഇളക്കി നോക്കുമ്പോൾ തന്നെ നല്ല ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. നമ്മൾ നേരത്തെ വിസിലടിച്ച് റെഡിയാക്കി വെച്ച് നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഷ്റൂം ഗ്രേവിയോ റോസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച്. അപ്പോൾ മഷ്റൂമിൻ്റെ ആ ഒരു ഗ്രേവിയും പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചിരുന്ന അച്ചാറാണ് കേട്ടോ, നാരങ്ങ അച്ചാർ. അപ്പോൾ നാരങ്ങ അച്ചാർ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഫുഡ് അടിപൊളിയാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.